റബേക്കയുടെ പുതിയ ഷോപ്പിനെ പറ്റി ഞങ്ങൾ ആദ്യമായിട്ട് ഷോപ്പ് ആവുന്നതിന് മുമ്പ് മുതൽ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതും ഒരു 27-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഇതിപ്പോ 3-ാമത്തെ വർഷമായപ്പോഴേക്കും അതൊരു ഷോപ്പായി മാറിയത് വളരെയധികം സന്തോഷം. എനിക്കറിയാം നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നത് തന്നെയാണ്. പിന്നെ ഇത് തുടങ്ങാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യം തുടങ്ങുന്നതിന് മാത്രമല്ല, ഇതിന് പുറകെ ഒരു ഞാൻ ഡെയിലി കാണുന്നതാണ്. നമ്മുടെ ഷൂട്ട് നടക്കുന്നതിനിടയിലും ഞാൻ തന്നെ പല പ്രാവശ്യം മുടക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഷോട്ട് കഴിഞ്ഞ ഇടയ്ക്ക് ചെറിയൊരു ബിസിനസ് പരിപാടികൾക്ക് ഇടയ്ക്കല്ല, ബിസിനസിന്റെ ഇടയിൽ ഷോട്ടിൽ പോകുന്നു. എന്തായാലും നല്ല കാര്യമാണ്. ഇത്ര വലിയൊരു ഷോപ്പായിട്ടും ഒക്കെ മാറിയത് വളരെ സന്തോഷം. എന്തായാലും എന്താ പറയാ, ഇനി ഇതൊരു വലിയൊരു വെഡിങ് മോളായി മാറട്ടെ എന്ന് അന്ന് എന്റെ നാവ് പൊന്നായതുകൊണ്ടല്ലേ ഇന്നിവിടെ. ഈ ഷൂട്ടിംഗ് സെറ്റിൽ എങ്ങനെയാണ് സംസാരിക്കാറ് ഇതിനെ പറ്റിയിട്ടൊക്കെ, ബിസിനസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാറ്? ബിസിനസിനെ പറ്റി ഷോപ്പ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ലൈക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് എന്താണെങ്കിലും ഞങ്ങളുടെ ലൈഫ് റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഇന്നലെ നല്ല കാര്യമാണ്. കാരണം നമുക്ക് ആക്ടേഴ്സിന് ഇപ്പോഴും ഒരു സൈഡ് ബിസിനസ് നല്ലതാണ്. നമ്മൾ എത്ര ആൾ ഈ ഫീൽഡിൽ നിൽക്കുന്നു അറിയാവുന്നതുകൊണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാറുള്ളതാണ്. ഞങ്ങള് ഷൂട്ടിന്റെ ഇടയിൽ ഇതും അതിന്റെ ഒരു ഭാഗമായിട്ട് സംസാരിക്കാറുണ്ട്. നിങ്ങളല്ലേ ഷോപ്പ് എങ്ങനെയുണ്ട്, കണ്ടിട്ടൊക്കെ എങ്ങനെയുണ്ട്? ഷോപ്പ് അടിപൊളിയല്ലേ? ഷോപ്പ് നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി ഇതിനകത്ത് നിറയെ സാധനങ്ങൾ നിറയട്ടെ, നിറയെ ആളുകൾ കൂടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ റബേക്ക്? ഞാൻ ഇവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കാത്ത, ഇവിടെ എല്ലാം പാലിക്കുന്ന ഒരാളായതുകൊണ്ട് കളിവീടിന്റെ വിശേഷങ്ങൾ. കളിവീടിന്റെ വിശേഷം, കളിവീട് ഇപ്പൊ 1000 ആവുന്നു. 13-ാം തീയതി 1000 നമ്മള് ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിലെ ആദ്യത്തെ 1000-ആണ്. അതും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സാധിച്ചു. കളിവീട് ഞങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല, ഈ പറഞ്ഞാൽ ഞങ്ങൾക്ക് കളിവീട് തുടങ്ങുമ്പോൾ ഒരു ഉറപ്പില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇതൊരു വാശിയായിരുന്നു. ഇത് നന്നായി വരണം, റേറ്റിംഗിലാണെങ്കിലും ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന രീതിയിലും എല്ലാം നന്നായി വരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെന്തായാലും ദൈവം സഹായിച്ച് 1000 ആവുന്നു. അത് നല്ല രീതിയിൽ മുമ്പോട്ട് ഷൂട്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോ 1000 ആയി. ടെലികാസ്റ്റും കൂടെ ആയി കഴിഞ്ഞാൽ ടെലികാസ്റ്റ് എന്തായാലും ആവും. ആസ് ഓഫ് നൗ 1000 കഴിഞ്ഞു. ഇനിയിപ്പം മുമ്പോട്ടുള്ള എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സൂര്യ ടിവിക്ക് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു പേരിനെ കിട്ടിയത്. അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം നിങ്ങൾ ഫാൻസ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പേരും ഹിറ്റ് ആവില്ല. ആ പെയർ ഹിറ്റ് ആയതുകൊണ്ടാണ് ഗ്രാജുവലി അത് നമ്മുടെ സീരിയലിനെ പോസിറ്റീവായിട്ട് വന്നത്. ആ സീരിയൽ ഹിറ്റ് ആയതുകൊണ്ടാണ് ബാക്കി സീരിയൽസിന് അതിനൊരു പോസിറ്റിവിറ്റി കൂടുതൽ ഓഡിയൻസ് ചാനലിലും വന്നത്. അതുകൊണ്ട് എല്ലാ രീതിയിലും നിങ്ങൾ ഫാൻസിനോടാണ് ഈ 1000 എപ്പിസോഡ് തികഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. ചേട്ടന്റെ പുതിയ പ്രൊജക്ടിനെ പറ്റി? ചേട്ടന്റെ പുതിയ പ്രൊജക്ടില് ചേച്ചിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നായിക. അപ്പം അതും ഈ പറഞ്ഞ പോലെ വളരെ യാദൃശ്ചികമായിരുന്നു. ഞങ്ങൾ രണ്ടും തന്നെ ഒരു പ്രൊജക്ട് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ നമ്മുടെ കയ്യിലല്ല ഈ കാര്യങ്ങളൊന്നും നിൽക്കുന്നത്. അപ്പം ഈ കാണുന്ന പ്രേക്ഷകരോട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ കുത്തി ചോദിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഇല്ല, അത് നീ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയണം. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. അങ്ങനല്ല. പൊതുവെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഞാൻ അങ്ങനെ റീലും കാര്യങ്ങളുമായിട്ട് കൂടാത്ത ഒരാളാണ്. അപ്പൊ ഈ എല്ലാരും ചോദിക്കും ഞങ്ങൾ തമ്മിൽ റീല് കാണുന്നില്ലോ, ഞങ്ങൾ തമ്മിൽ ഫോട്ടോ കാണുന്നില്ലോ. ഈ ഇവിടെ വിളിക്കുമ്പോ തന്നെ ഞാൻ പറയാം ഞാനില്ല പോകുന്നത്. അപ്പൊ അതാണ് എന്റെ ബേസിക് റീസൺ. കഴിഞ്ഞ സ്കെഡ്യൂളിലാണ് ആറ്റുനോറ്റൊരെണ്ണം ചെയ്യാന്ന് പറഞ്ഞപ്പോ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ആളെ ചെയ്യാൻ സമയം കിട്ടിയില്ല. അത് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതാണ് എന്റെ ബേസിക് റീസൺ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് എന്ന് ഞാൻ പറയുന്നില്ല, ആക്ട്രസ് ആയിട്ടുള്ള കാര്യം പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. അപ്പം എനിക്കെപ്പോഴും എന്റെ ഒരു ബലം എന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റോടെ ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. നീ റിട്ടയർമെന്റ് എടുത്തില്ലെങ്കിൽ എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കളിവീട് തന്ന ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാ?
സീരിയൽ ഇത്രയും ചെയ്തിട്ടുണ്ടല്ലോ. കളിവീട് ഇപ്പം ഞങ്ങൾ ബേസിക്കലി പറയുകയാണെങ്കിൽ കളിവീട് ഞങ്ങൾ ഒരിക്കലും ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചൊരു സത്യം ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് എപ്പിസോഡ് എന്നല്ല, ഫസ്റ്റ് സ്കെഡ്യൂളിൽ വന്നപ്പോ ഒരു 200 അല്ലെങ്കിൽ ഒരു 250 എന്തായാലും പോകും. കാരണം ആ ടൈമിൽ നമ്മുടെ ചാനലിൽ പൊക്കോണ്ടിരിക്കുന്നതിന്റെ ഒരു സീരിയലിന്റെ ഒക്കെ മാക്സിമം റേറ്റിംഗ് എന്ന് പറയുന്നത് 0.67. ഏതോ ഒരു സീരിയലിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 1ന് മുകളിൽ റേറ്റിംഗ്. അന്ന് ഹരിത ചെയ്തോണ്ടിരുന്ന സീരിയൽ ാണ്. പിന്നെ സുജാത, ഈ രണ്ടെണ്ണത്തിനാണ് 1ന് അടുത്ത് റേറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാരും പറഞ്ഞു എന്തിനാണ് അങ്ങനെ ഒരു സീരിയൽ അല്ലെങ്കിൽ ഈ റേറ്റിംഗ് ഇല്ലാത്തവരടുത്ത് പോയി ചെയ്യുന്നത്. എനിക്കൊരു ഭയങ്കര ചാലഞ്ചായിരുന്നു. ഇവളാണെങ്കിൽ ആക്ച്വലി ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയൽ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയം, ഞാനാണെങ്കിൽ മനോരമയിലെ ഒരു സീരിയല് അത്ര വലിയ ഹിറ്റ് ഇല്ലായിരുന്നു, അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയം. അപ്പം പ്രഷർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഈ പ്രഷറിനെയൊക്കെ അതിജീവിച്ച് റേറ്റിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഞങ്ങൾ അവിടുന്ന് 3.5 അതൊക്കെ അതിജീവിച്ച് നമ്മള് 3+ വരെ അടിച്ചിട്ടുണ്ട്. 3.5 എന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രം അഭിനയിച്ച ഒരു എപ്പിസോഡ് 1 hour പെട്ടെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 hour മഹാ നേരത്തെ അറിയിച്ചൊന്നുമല്ല. അന്ന് ഉച്ചയൊക്കെ ആയപ്പോഴേക്കാണ് അതിന്റെ പരസ്യം കൂടുന്നത്. ആ എപ്പിസോഡ് പോലെ 3.5 റേറ്റിംഗ് അടിച്ചു. അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ചെയ്ത് നിങ്ങൾ കേൾക്കുന്നവർക്ക് അത് വലിയൊരു കാര്യമായിട്ട് തോന്നില്ല. പക്ഷെ ഞങ്ങൾ ആക്ച്വലി ഭയങ്കര കുറെ സ്ട്രഗിൾ ചെയ്തും ഒക്കെയാണ് ഇപ്പൊ ഈ പറയുന്ന കളിവീട് 1000 എപ്പിസോഡ് വരെ എത്തിയിരിക്കുന്നത്. കാരണം ഈ എക്സാമിന്റെ ഒക്കെ റിസൾട്ട് വരുന്നതാണ് ഞങ്ങൾക്ക് എല്ലാ തേഴ്സ്ഡേസിലും ഞങ്ങൾക്ക് റേറ്റിംഗ് വരിക. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയൊക്കെ ചെയ്യും ഈ ഒരു 11:30-12:30 സമയത്ത്. എസ്പെഷ്യലി ഞങ്ങള് ഈ പീക്കിൽ നിൽക്കുന്ന ടൈമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലോട്ട് എത്ര വരും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ സീരിയലാണ്, എല്ലാത്തരം ഓഡിയൻസിനെയും എല്ലായ്പ്പോഴും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ മാക്സിമം അവിടെ കിടന്ന് പോരാടാറുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇത് ശരിയല്ല, ഇതിന്റെ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷെ യു കാൻ ആക്ച്വലി ഹാൻഡിൽ ഇറ്റ്. കാരണം എപ്പിസോഡ് പോകണം, ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും അതിന്റെ ഒരു ഗുണം ഉണ്ടാവണം, മെച്ചം ഉണ്ടാവണം, നേട്ടം ഉണ്ടാവണം. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങള് എല്ലാ രീതിയിലും എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്, എല്ലാവരും ഹാപ്പിയാണ്. പ്രൊഡ്യൂസർ സൈഡിലാണെങ്കിലും ചാനൽ സൈഡിലാണെങ്കിലും എല്ലാവരും ഹാപ്പിയാണ്. ഇനിയിപ്പം അവള് അടുത്ത പുതിയ പ്രൊജക്ട് ആയിട്ട് ഓർഗനൈസേഷന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സിനിമയിലേക്ക് എങ്ങനെ എന്തെങ്കിലും വന്നിരുന്നു? അല്ല, ഞാൻ സിനിമയിലോട്ടൊന്നും പോയില്ല. നിങ്ങള് അഭിനയിക്കാൻ പോകുന്നു? അതുണ്ടാവും. അതെന്തായാലും ഉണ്ടാവില്ല. ഞാനവിടെ പോയി കഴിഞ്ഞാൽ ടോം ആൻഡ് ജെറിയിലെ പട്ടിയുടെ എന്താ പറയാ, ഞാൻ ഇതിന്റെ എല്ലാം നിങ്ങളെല്ലാം ഇതിന്റെ മൊത്തം വൈൻഡപ്പ് ആവുന്ന സമയത്ത് ഞാൻ ഇവിടെ കുറെ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നു. നിങ്ങൾ കണ്ടിരിക്കുന്ന ഈ ക്യൂട്ട് ബബ്ലി റബേക്ക സന്തോഷിനെ മാറ്റിയിട്ട് ഈ ടോം ആൻഡ് ജെറിയിലെ പട്ടി കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഉദ്ദേശിക്കുന്നത് കക്ഷി. അപ്പൊ അത് ജോക്സ് അപ്പാർട്ട് പറഞ്ഞ നമ്മള് ഒബ്വിയസ്ലി ഞങ്ങള് എല്ലാവരുമായിട്ടും അല്ലെ, നമ്മൾ അത്രയും കമ്പനിയാണ്. സോ നമുക്ക് എന്തും പറയാം, നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വരിക അല്ലെങ്കിൽ എന്താണെങ്കിലും വാട്ട് എവർ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ ഡെയിലി ഒരു 10 പ്രാവശ്യം അടി ഉണ്ടാക്കുന്നതാണ്. അതവിടെ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ അടി ഉണ്ടാക്കും, അടുത്ത മിനിറ്റില് മിണ്ടും സംസാരിക്കും. ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടാറില്ല. അതെ, പൊക്കോട്ടെ. അവരടി ഉണ്ടാക്കിയ ആസി അത് കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും. ആരും ഇടപെടാൻ അതെ, ആരും അതുകൊണ്ട് ഇടപെടാൻ വരാം. ആദ്യമൊക്കെ എല്ലാരും അയ്യോ മോളെ വേണ്ട, അയ്യോ ഇതിനെ വേണ്ട, ഇതിന് അങ്ങനെയൊക്കെ. അത് എന്തിനാ അടി ഉണ്ടാക്കുന്ന കൂടെ ചോദിക്കണം. ഞങ്ങൾ ഒരു സീരിയലുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. ഈ മുല്ലപ്പെരിയാർ ഡാമേജ് എന്ന് പറയുന്ന പോലെയാണ് ഞങ്ങളുടെ അടി. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതൊരു ആർഗ്യുമെന്റേറ്റീവ് നേച്ചറിലെത്തി നീ പറയുന്നത് ശരിയല്ല, താ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങള് വലിയ കാര്യമുള്ള കാര്യമാണെങ്കിൽ ശരി, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വഴക്കുണ്ടാക്കുക. ഈ റബേക്കയില് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അതുപോലെ ഏറ്റവും ശല്യം ഉണ്ടാക്കിയ കാര്യം എന്തായിരിക്കാം? ഇവളുടെ ഇഷ്ടപ്പെട്ട കാര്യം ഇവള് മൾട്ടി ടാസ്കിങ് ഭയങ്കര കാര്യമായിട്ട് ചെയ്യുന്ന ആളാണ്. ഈ ഇടയ്ക്ക് റിലേക്ക് അടിച്ചു പോയി നടക്കാറുണ്ട്. ഞാൻ തന്നെ പറയും തിരിച്ചു ഇപ്പൊ നമ്മൾ അഭിനയിച്ചോണ്ടിരിക്കുകയാണെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അത് ഒരു തരത്തിൽ നല്ലതാണ്. അതിൽ ഞാനും ഉമ്മച്ചേച്ചിയൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടിയാണ്.
അത് പക്ഷെ എനിക്കറിയാം സി അത് അത്രയും നല്ല കാര്യമല്ല. അത് മൾട്ടിടാസ്കിംഗ് ആയിട്ട് നടക്കുമ്പോ ഇവരുടെ ഇപ്പോഴത്തെ പ്രായത്തിൽ അതൊക്കെ ഓക്കെയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുമെന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക്, കാരണം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വരുമ്പോഴേക്കും അത് ലൈഫിനെ ഒത്തിരി ബാധിക്കുന്ന കാര്യമാണ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു രാവിലെ തുടങ്ങി ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നേരെ പോകുന്നല്ലോ മറ്റേ കൊലാബിന്റെ ഷൂട്ടിനോ എനിക്ക് തോന്നുന്നു 2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് വന്നിട്ട് അഭിനയിക്കാറില്ല. പക്ഷെ അത് നല്ലതല്ല. അത് വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ, അങ്ങനെ എപ്പോഴും ഒന്നുമില്ല. അത്രയും അർജന്റ് കേസസ് വരുമ്പോ മാത്രമേ ഉള്ളൂ. നീ പറഞ്ഞു സ്ഥാപിക്കും. അപ്പൊ അതാണ് ബേസിക്കലി. അത് ഇഷ്ടപ്പെടാതെന്നല്ല, അത് നമ്മുടെ ഒരു കൺസേൺ ആണ്. ഈ പറഞ്ഞാൽ അതൊരു ഫ്യൂച്ചറിലേക്ക് അത് ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം അവർക്ക് ഓൾറെഡി ഒരു 110 ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇനി വല്ല മാനസികമായിട്ടുള്ള വിഭ്രാന്തിയിലേക്ക് നീക്കും എന്നുള്ളൊരു പേടി മാത്രമേ. എല്ലാവിധ ആശംസകളും. 1000 എപ്പിസോഡ്സ് എത്തി നിൽക്കല്ലേ, അതിൽ ഏറ്റവും ഫേവറേറ്റ് ട്രാക്ക് ഏതാണ് അർജയുടെ? എന്നാലും ഈ 1000 എപ്പിസോഡ്സിൽ ഞങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനിക്ക് ബേസിക്കലി ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു സീക്വൻസ് ഇഷ്ടമാണ്. ഞങ്ങളുടെ ഒരു ടോം ആൻഡ് ജെറി കളിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. റൂമിലുള്ള നല്ല സീക്വൻസസ് ഉണ്ടായിരുന്നു, നല്ല നല്ല സീക്വൻസസ്. പിന്നെ ഈ എനിക്കിഷ്ടം തോന്നി തുടങ്ങിയ ഒരു സമയമുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തുറന്നു പറഞ്ഞതിന് ശേഷം വലിയ കാര്യമായിട്ടുള്ള ഒന്നും ഇല്ലാതല്ലേ. ഞാൻ ഇവിടെ പൊക്കി പറയും, ഇവിടെ തിരിച്ചെന്നെ പൊക്കി പറയും. പിന്നെ എന്റെ ഡിങ്കനാണ്, ഞാൻ എല്ലാ പ്രശ്നത്തിൽ പോയി ചാടും, അവിടെ നിന്ന് രക്ഷിക്കുന്ന ഡിങ്കൻ. അത് ജീവിതത്തിൽ. അതെ അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ഇപ്പൊ ഞങ്ങളുടെ സീരിയലിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നതല്ല. പറഞ്ഞ പോലെ ചമക് എന്നുള്ള സ്ഥാപനം എല്ലാ രീതിയിലും നല്ല രീതിയിൽ മുമ്പോട്ട് വരട്ടെ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.